കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റിയെന്ന പരാതിയെക്കുറിച്ച് KPCC അന്വേഷണം നടത്തും. കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവാണ് 8 ലക്ഷം രൂപ പിരിച്ചു നൽകിയതെന്ന് പോസ്റ്റിട്ടത്. ഇതിന് പിന്നാലെ മർദ്ദനത്തിനിരയായ വനിതാ നേതാവ് തനിക്ക് പണം കിട്ടിയില്ല എന്ന പരാതി ഉയർത്തിയതോടെയാണ് അടിച്ചുമാറ്റിയ വാർത്ത പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിക്കേറ്റ യുവനേതാവിന്റെ കൂടുതൽ ഓഡിയോ പുറത്ത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പരിക്കേറ്റ വനിതാ നേതാവിന്റെ ധനസഹായം അടിച്ചുമാറ്റിയ സംഭവത്തെക്കുറിച്ച് KPCC അന്വേഷിക്കും. ആലപ്പുഴയിലെ കളക്ടറേറ്റ് മാർച്ചിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘ രഞ്ജിത്തിന് വേണ്ടി സമാഹരിച്ച തുകയാണ് അടിച്ചുമാറ്റിയതെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടത്തിയതെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പിന്നീട് 8 ലക്ഷം രൂപ കായംകുളത്ത് പരിക്കേറ്റ മേഘ രഞ്ജിത്തിന് നൽകിയെന്നായിരുന്നു ഹരിത ബാബുവിന്റെ പോസ്റ്റ്. ഇത് മേഘ രഞ്ജിത്തിന് ലഭിച്ചില്ല എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചത്. പരിക്കേറ്റതിന് ശേഷം തന്റെ കുടുംബജീവിതത്തിന്റെ തന്നെ താളം തെറ്റിയെന്ന് മേഘ രഞ്ജിത്ത് കൈരളി TVയോട് പറഞ്ഞു. പിന്നെ അവരാരും വിളിച്ചിട്ടില്ലേ? പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളാരും പിന്നീട് നിങ്ങളെ മാങ്കൂട്ടം ഒന്നും വിളിച്ചിട്ടില്ല? ഇല്ലില്ല. എനിക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ വരുമ്പോ ഇതുപോലെ മാങ്കൂട്ടം വിളിക്കും, ഞങ്ങള് നോക്കിക്കോളാന്ന് പറയും, വെക്കും. നോട്ടം ആ ഫോൺ വിളിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും എന്റെ ഹസ്ബൻഡും ആശുപത്രി പോവും. ഇപ്പൊ ഈ മാസം 19-ാം തീയതി അടുത്ത സിറ്റിങ്ങിന് പോകണം. എനിക്ക് ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത മാസത്തേക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ICSE സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ എന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടമടക്കം ആരും തന്നെ ഇതിനുശേഷം തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 5 ലക്ഷം രൂപ നൽകിയെന്ന് പറയുമ്പോഴും ബാക്കി 3 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ഇത് തെളിയിക്കേണ്ട ബാധ്യത വാർത്ത പുറത്തുവിട്ട അരിത ബാബുവിന് തന്നെയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് പൂർണ്ണരൂപം പുറത്തുവരാൻ സാധ്യതയുള്ളൂ. ഇതിനിടയിൽ കൂടുതൽ വിവാദങ്ങൾക്ക് പോകേണ്ട എന്ന കർശന നിർദ്ദേശമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അരിത ബാബുവിനോടും മേഘ രഞ്ജിത്തിനും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതെ മേഘ രഞ്ജിത്ത് ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി ധനസഹായവും കാത്ത് കഴിയുകയാണ് മേഘ രഞ്ജിത്ത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.